ക്വസ്റ്റ്യൻ നമ്പർ 2. കാഞ്ചീപുരം എന്ന എന്ത് വസ്തുവിനാണ് പ്രശസ്തമായിട്ടുള്ളത്? പട്ട്. അബ്സല്യൂട്ട്ലി റൈറ്റ്. സാരി, പട്ട് തന്നെയാണ് കാഞ്ചീപുരം. എന്താ വെക്കാഞ്ഞേ? എല്ലാം അറിയായിരുന്നു അപ്പോഴേക്കും ഇങ്ങനെ ഷോപ്പ് ചെയ്ത ആവശ്യമില്ലേ? റെസ്റ്റ് പിന്നെ പരിപ്പെടുത്തോണ്ട് വരും. ഞങ്ങളും കുറച്ച് സാധനങ്ങൾ ഇവിടെ ലക്ഷ്യമിട്ട് വെച്ചേക്കാണ്. ആണല്ലേ? ആരാണ് പോകുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ? സമയത്തിന് കാര്യം നടക്കണമെങ്കിൽ ഞാൻ തന്നെ പോണം. ഇതിപ്പോ പോയ അടുത്ത ആഴ്ച തിരിച്ചു വരുള്ളൂ. അതാണ് 30 സെക്കൻഡ് സമയമുള്ളൂ. അത് സാരമില്ല. ഓടൂ, വാരൂ, നേടുന്നോ? നോക്കി കണ്ടുപിടിക്കണം. 1000 രൂപ. 1000 രൂപയ്ക്ക് മുകളിലായ ഒന്നും കിട്ടത്തില്ല. 15 സെക്കൻഡ് ബാക്കിയുണ്ട്. 2 കുപ്പി നെയ്യൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 10, 9, 8, 7, 6. ഓറാക്കി ചളവാക്കല്ലേ തട്ടി. അത് അളഞ്ഞ പോലും ഇല്ല ഇതുവരെ. വാ, എണീറ്റ് വാ, എണീറ്റ് വാ. അവൻ സ്റ്റാർ മാജിക്കിന്ന് വിട്ടത്തില്ല. തങ്കുച്ചേട്ടാ ഓക്കെ അല്ലേ? എനിക്കിത് കാണുന്ന സമയത്തെ ജോൺ ഫോനെ ഓർമ്മ വരുന്നു. പെട്ടിയാണ്. 2 കുപ്പി നെയ്യൊക്കെ പേടിക്കണ്ട, നിങ്ങൾക്കുള്ളതുപോലെ തന്നെ ക്ഷീണം തങ്കുനുണ്ട്. ഗ്ലൂക്കോൺ-ഡി 38. പക്ഷെ തങ്ക ആവശ്യത്തിന് സാധനങ്ങൾ എടുത്തില്ല, കുറവാണ്. ഈ വിനികാരി എടുത്തതിന്റെ കാര്യം ഇവിടെ അച്ചാർ എടുത്തില്ല, അച്ചാർ ഇടാൻ വേണ്ടിയാ. 21 രൂപ. ഓക്കെ, എല്ലാം കൂടി ഇപ്പൊ ഇതുവരെ 59 രൂപയായി കേട്ടാ. എല്ലാം കൂടി 4 സാധനമേ ഉള്ളൂ. സൺഫ്ലവർ ഓയിൽ 90, 149. നിങ്ങൾ എല്ലാരും മറ്റേ അല്ല, ഇതിന്റെ ഒന്നും വില നമുക്ക് അറിയാൻ പറ്റില്ലെന്ന്. അതല്ലേ ഇപ്പൊ അറിയാം. അല്ല, ആളാ കുട്ടി നിർത്തിന് അതിന്റെ ചോദിച്ചിട്ട് എടുത്താ പോരായിരുന്നോ? 44. അവിടെ ഒരു ചേച്ചി നിൽക്കണ, ആ ചേച്ചി 79. ഇതുവരെ ഒരു 3 അക്കത്തിലോട്ട് വലിയ നെയ്യ് എടുത്ത്. വലിയ നെയ്യുണ്ട്, വലിയ നെയ്യുണ്ട്. മിൽമേഡ് ഇതിലുണ്ട് 370 രൂപ. ഇത് 100. അപ്പം ടോട്ടൽ എത്രയായി? 1050. അതിൽ ഓവറായിരുന്നില്ല, ഇതിൽ കുറച്ച് താഴോട്ടാ. 742. കലകി കലകി. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. 2 സൈഡിൽ നോക്കിയേ, കിടില സാധനങ്ങളാണ്. ഇനി അപ്പോ നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലോട്ട് പോവാം. Get ready for round 2. Dual trial. 2-1 നിങ്ങൾക്ക് 2 പേർക്കും തരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പാസ് ആവുന്നത് നമ്മുടെ ഓഡിയൻസിലേക്കായിരിക്കും. അപ്പോ നിങ്ങൾക്ക് കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അതാണ് ഇവിടെ 2 പേരെ പ്രാർത്ഥന ഉള്ളൂ. അത് അവിടെ കുറെ പേരുടെ പ്രാർത്ഥന. ആദ്യം എവിടെ നിന്ന് തുടങ്ങാം? നേരത്തെ നിങ്ങളല്ലേ ആദ്യം പോയത്, അപ്പൊ അവിടെ നിന്ന് തുടങ്ങാം. തങ്കച്ചന അഞ്ജന, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതൊരു ഓഡിയോ ആണ്, ശ്രദ്ധിച്ച് കേൾക്കുക. കേട്ടതിന് ശേഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം. കൃഷ്ണ 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 രാധ കാമുക, ഈ ഭക്തൻ 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 പാടും ദുഃഖം കേൾക്കണേ. കൃഷ്ണ കൃഷ്ണ ഗോപി കൃഷ്ണ കംസമർദ്ദക, ഈ കത്തും കണ്ണിൽ നോവായി പെയ്യും കണ്ണീർ കാണണേ. കേട്ടു? മുഴുവനായിട്ട് കേട്ടില്ലേ? കേട്ടില്ലേ? കൃഷ്ണന്റെ എണ്ണം എണ്ണിയായിരുന്നോ? അതെ, എണ്ണി. ഭക്തൻ എന്ന് പറഞ്ഞത് എത്ര തവണ പറഞ്ഞു എന്നുള്ള എണ്ണിയായിരുന്നോ? എണ്ണിയായിരുന്നോ? എണ്ണിയില്ലേ? നിങ്ങൾ എണ്ണണ്ട, നിങ്ങൾക്ക് കാര്യമില്ല ഇതിലൊന്നും. അല്ല, എണ്ണീതല്ലേ ഞങ്ങള്. ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. ഇതിന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗാനം ആലപിച്ചത് മലയാളത്തിലൊരു അഭിനേതാവാണ്. അതാരാണ്? കൃഷ്ണനൊക്കെ എണ്ണിയില്ലേ നന്നായിട്ട്? അജു വർഗീസ്. അജു വർഗീസ് ആണ് പാട്ട് പാടിയ? അതെ. അതെന്താ അങ്ങനെ പെട്ടെന്ന് പറയാൻ കാര്യം? സിനിമയിലെ പാട്ടാ? ഗുരുവായൂർ അമ്പലനടയിൽ. Absolutely right.